Hello everyone, welcome to my classes. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ UGC നെറ്റ് പേപ്പർ 1 250 PYQ സീരീസിന്റെ ഭാഗമായിട്ട് ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ലാസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The University Education Commission 1948-49 suggested a bachelor's degree of, അതായത് 1948-49 കാലഘട്ടത്തിൽ നിലവിൽ വന്ന യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എത്ര വർഷത്തെ ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് സജസ്റ്റ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 5 years, ഓപ്ഷൻ ബി 4 years, ഓപ്ഷൻ സി 3 years ആൻഡ് ഓപ്ഷൻ ഡി 2 years. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 3 years. സോ നമുക്ക് എന്താണ് ഇനി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് നോക്കാം. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1948-49 ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യത്തെ എഡ്യൂക്കേഷൻ കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ചെയർമാൻ ഡോക്ടർ രാധാകൃഷ്ണൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മീഷൻ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. നമ്മളിപ്പോൾ പറഞ്ഞു ഈ ഒരു കമ്മീഷൻ നിലവിൽ വരുന്നത് ഇൻഡിപെൻഡൻസിന് ശേഷം 1948-49 കാലഘട്ടത്തിലാണ്. ഇതിന്റെ മെയിൻ പർപ്പസ് ആയിട്ട് കരുതിയിട്ടുണ്ടായിരുന്നത് എഡ്യൂക്കേഷൻ റിഫോംസ് ഇൻ ഇന്ത്യ എന്നാണ്. അതായത് നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യനെ പറ്റിയിട്ടും ആ സമയത്ത് ഹയർ എഡ്യൂക്കേഷനെ പറ്റിയിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡിപെൻഡൻസിന് മുന്നേ ഇന്ത്യയിൽ ഒരുപാട് വൈസ്രോയ്സും അതുപോലെ തന്നെ ഗവർണർ ജനറൽസും ഭരിച്ചിരുന്ന ടൈമിൽ അവർ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് അതുപോലെ തന്നെ കോളേജസ് എല്ലാം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്വദേശി ലീഡേഴ്സും യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇൻഡിപെൻഡൻസിന് ശേഷം ഇതെല്ലാം എന്ത് ചെയ്യണം, ഒന്ന് ഓർഗനൈസ് ചെയ്യണം അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ഒരുപാട് റിക്വയർമെന്റ്സ് ഉണ്ട്. നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് നേഷനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഡെമോക്രാറ്റിക് നേഷന്റെ എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ് ഒരുപാടുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തുകൊണ്ട് ആ ചേഞ്ചസ് എല്ലാം കൊണ്ടുവരണമായിരുന്നു അല്ലേ. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഇനി നാഷണൽ പ്രോഗ്രസ് വേണമെങ്കിൽ ഒരുപാട് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യണം, അക്കോമഡേറ്റ് ചെയ്യണം. പിന്നെ പുതിയ കരിക്കുലം കൊണ്ടുവരണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ എഡ്യൂക്കേഷൻ സെക്ടറിൽ നല്ലൊരു റിഫോം തന്നെ കൊണ്ടുവരണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത്. ഓക്കെ, ഈ കമ്മീഷന്റെ കീ ഫോക്കസ് ഏരിയാസ് എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റീസ്, ടീച്ചേഴ്സ് റോൾ ഇതെല്ലാം ആയിരുന്നു. ഇനി നമുക്ക് എന്തൊക്കെ റെക്കമെൻഡേഷൻസ് ആണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ നൽകിയത് എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 12 years ഓഫ് പ്രീ യൂണിവേഴ്സിറ്റി സ്റ്റഡീസ് എന്നുള്ളതായിരുന്നു. സെക്കൻഡ് വൺ ഡൈവേഴ്സ് ഹയർ എഡ്യൂക്കേഷണൽ സെറ്റപ്പ്. നെക്സ്റ്റ് വൺ നോൺ കമ്പൽസറി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ്. അതായത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും കമ്പൽസറി ആക്കിയിരുന്നില്ല. ഓക്കെ, അതുപോലെ ടു സെറ്റപ്പ് റൂറൽ യൂണിവേഴ്സിറ്റി ഫോർ റൂറൽ എഡ്യൂക്കേഷൻ. റൂറൽ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് റൂറൽ യൂണിവേഴ്സിറ്റി സെറ്റപ്പ് ചെയ്യണം എന്നുള്ള റെക്കമെൻഡേഷൻ നൽകിയിരുന്നു. നെക്സ്റ്റ് വൺ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് UGC. ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1956. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ സ്ഥാപിക്കണം എന്നുള്ള റെക്കമെൻഡേഷൻ നൽകിയത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആയിരുന്നു. സോ ആ റെക്കമെൻഡേഷൻ പ്രകാരം 1956 UGC എന്ത് ചെയ്യുന്നത്, സ്ഥാപിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഷുഡ് ബി പുട്ട് ഇൻ കൺകറന്റ് ലിസ്റ്റ് എന്നുള്ളതായിരുന്നു. സോ എന്താ ഈ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്? കൺകറന്റ് ലിസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ ലിസ്റ്റ് ഓഫ് സബ്ജക്ട് വേർ ബോത്ത് ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാവ് ദ പവർ ടു മേക്ക് ലോസ് ആണ്. അതായത് ഈ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുണ്ടല്ലോ, ആ ഏരിയയിൽ വരുന്ന എന്താ പറയുക സബ്ജക്ട്സിന്റെ അല്ലെങ്കിൽ ആ ലിസ്റ്റിൽ പെടുന്ന കാര്യങ്ങളിൽ സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും തുല്യ അവകാശമാണുള്ളത്. അതായത് രണ്ടു പേർക്കും നിയമങ്ങൾ കൊണ്ടുവരാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുക വെച്ചാൽ എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, അതുപോലെ ട്രേഡ് യൂണിയൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ രണ്ട് പേർക്കും അതായത് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഒരുപോലെ നിയമങ്ങൾ കൊണ്ടുവരാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഐറ്റംസ് വരുന്ന ലിസ്റ്റാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്നുള്ളത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്ന്, അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, ഉൾപ്പെടുത്തണം എന്നുള്ളത് ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ദർ വുഡ് ബി 4 categories ഓഫ് ടീച്ചേഴ്സ്. അതായത് ടീച്ചേഴ്സിനെ 4 categories ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. പ്രൊഫസേഴ്സ്, റീഡേഴ്സ്, ലെക്ചറേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ടേഴ്സ്. പിന്നെ ഹയർ സാലറീസ് ആൻഡ് ബെറ്റർ കണ്ടീഷൻസ് ടു ടീച്ചേഴ്സ്. ഓക്കെ, ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല റെക്കമെൻഡേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ റെക്കമെൻഡഡ് ദ യൂസ് ഓഫ് സെലക്ഷൻ പ്രൊസീജിയർ, സീലിംഗ് ലിമിറ്റ് ഓൺ നമ്പർ, വർക്കിംഗ് അവേഴ്സ് ഓഫ് ഫാക്കൽറ്റി ഫോർ കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ്, അങ്ങനെയുള്ള കുറേ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റിയോ കോളേജിലെ സ്റ്റുഡൻസിൻ്റെ എല്ലാം എടുക്കുമ്പോൾ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് എങ്ങനെയായിരിക്കണം, പിന്നെ എത്രത്തോളം പേരെ നമുക്ക് അഡ്മിഷൻ കൊടുക്കാൻ സാധിക്കും, സീലിംഗ് ലിമിറ്റിനെ പറ്റിയിട്ട്, അതുപോലെ വർക്കിംഗ് ഫാക്കൽറ്റി മെമ്പേഴ്സിൻ്റെ വർക്കിംഗ് അവേഴ്സിനെ പറ്റിയിട്ട് എല്ലാം റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു. Subject wise exams for first degree. Working days should not be less than 180 days excluding examination days. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് എക്സാമിനേഷൻ ഡേയ്സ് കൂട്ടാതെ ഇൻക്ലൂഡ് ചെയ്യാതെ 180 days മിനിമം വേണമെന്നാണ് പറഞ്ഞത് വർക്കിംഗ് ഡേയ്സ് ആയിട്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു.
ഇൻക്രീസ് ഫെസിലിറ്റീസ് ഫോർ പോസ്റ്റ് ഗ്രാജുവേറ്റ് റിസർച്ച് ആൻഡ് ട്രെയിനിങ്. നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഇന്ത്യയുടെ പ്രോഗ്രസിന് വേണ്ടിയിട്ട് എന്തായാലും റിസർച്ച് ആൻഡ് ഇന്നോവേഷൻസിന്റെ ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. പോസ്റ്റ് ഗ്രാജുവേറ്റ് റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിനെല്ലാം കൂടുതൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് യൂണിഫോം എക്സാമിനേഷൻ സ്റ്റാൻഡേർഡ് ടു എൻഷുർ ദാറ്റ് ഡിഗ്രീസ് ഹെൽഡ് ദ സെയിം വാല്യൂ അക്രോസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇന്ത്യയിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഒരേ ഡിഗ്രിക്ക് ഒരേ വാല്യൂ ഉണ്ടാവണം അല്ലെ, സെയിം വാല്യൂ ഉണ്ടാവണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പിരിച്വൽ ഡെവലപ്മെന്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഇൻകോർപ്പറേറ്റഡ് റിലീജിയസ് എഡ്യൂക്കേഷൻ ഇൻ ഡിഗ്രി പ്രോഗ്രാംസ്. അപ്പോൾ നമ്മൾ നേരത്തെ റൂറൽ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തു പറഞ്ഞു, അതുപോലെ റിലീജിയസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. വാല്യൂ ആൻഡ് അഗ്രികൾച്ചർ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഉണ്ടായിരുന്നു. വുമൺ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ടു ബി റീജിയണൽ ലാംഗ്വേജ് അലോങ് വിത്ത് സബ്ജക്ട് ഓഫ് നാഷണൽ ലാംഗ്വേജ് ആൻഡ് ഇംഗ്ലീഷ്. അപ്പോൾ ഇങ്ങനെ ഒരു റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു. അതായത് മീഡിയം സ്കൂൾ ആൻഡ് കോളേജ്, ഇത് മെയിനായിട്ട് യൂണിവേഴ്സിറ്റി ആൻഡ് കോളേജ് റിലേറ്റഡ് ആണ്. അപ്പോൾ അവിടെ എന്താ പറയുക, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് റീജിയണൽ ലാംഗ്വേജസ് യൂസ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഒപ്പം തന്നെ നാഷണൽ ലാംഗ്വേജ് യൂസ് ചെയ്യാം, ഇംഗ്ലീഷും യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു റെക്കമെൻഡേഷൻ ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ രാധാകൃഷ്ണൻ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കോത്താരി കമ്മീഷൻ 1963-64 suggested spending of national income on education. Option A 3%, option B 6%, option C 7% and option D 9%. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ എന്താണ് കോത്താരി കമ്മീഷൻ എന്ന് അറിയേണ്ടതായിട്ടുണ്ട്, അതുപോലെ തന്നെ ആ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസിനെ പറ്റിയിട്ട് അറിയേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് കോത്താരി കമ്മീഷൻ എന്ന് നോക്കാം. സോ നമ്മൾ ഇപ്പോൾ ഇതിനു മുന്നേ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കിയത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, അതായത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ആയിരുന്നു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, ഒരു രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കമ്മീഷനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്, ആ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കിയത്. അതിനുശേഷം രണ്ടാമതായി വന്നിട്ടുള്ള കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എന്താണ് മുതലിയാർ കമ്മീഷൻ എന്നൊന്ന് നോക്കാട്ടോ, അതിന്റെ റെക്കമെൻഡേഷൻസ് ഒന്ന് നോക്കാം. അതിനുശേഷം കോത്താരി കമ്മീഷനിലേക്ക് കടക്കാം. അപ്പോൾ മുതലിയാർ കമ്മീഷൻ എന്ന് പറയുന്നത് 1950-53 ആ ഒരു കാലഘട്ടത്തിൽ വന്നതാണ് മുതലിയാർ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നുള്ള പേരിലും അറിയപ്പെട്ടിരുന്നു. നമ്മൾ നേരത്തെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാധാകൃഷ്ണൻ കമ്മീഷൻ ആ ഒരു കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കമ്മീഷൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് യൂണിവേഴ്സിറ്റി ഒരു കോളേജ് എഡ്യൂക്കേഷൻ ആയിരുന്നു അല്ലെ, അതുകൊണ്ടാണ് അത് യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. ഇനി ഈ മുതലിയാർ കമ്മീഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ലക്ഷ്മണസ്വാമി മുതലിയാരായിരുന്നു. ഈ ഒരു കമ്മീഷൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് സെക്കൻഡറി എഡ്യൂക്കേഷന്റെ മുകളിലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മീഷൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. This commission set up with the aim of examining the system of secondary education in India. Okay, ഇത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത സെക്കൻഡറി എഡ്യൂക്കേഷൻ ആയിരുന്നു. അപ്പോൾ ഈ ഒരു കമ്മീഷൻ എന്ന് പറയുന്നത് സെറ്റപ്പ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എക്സാമിനിങ് ദ സിസ്റ്റം ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ എങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഓക്കെ, അതിൽ എന്തൊക്കെ ചേഞ്ചസ് ഇനി കൊണ്ടുവരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മീഷൻ നിലവിൽ വന്നത്. It emphasized the vocational training, diversified curriculum, improved teacher education and multi-purpose school to enhance learning. അപ്പോൾ ഈ ഒരു കമ്മീഷൻ എന്നുള്ളത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് സെക്കൻഡറി എഡ്യൂക്കേഷൻ, അതായത് വൊക്കേഷണൽ ട്രെയിനിങ്, ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കരിക്കുലം, അതുപോലെ തന്നെ ടീച്ചർ എഡ്യൂക്കേഷനിൽ കൊണ്ടുവരേണ്ട ഇംപ്രൂവ്മെന്റ്സ്, പിന്നെ മൾട്ടി പർപ്പസ് സ്കൂള്, ഇതിനൊക്കെയാണ് കൂടുതലായിട്ട് എന്ത് കൊടുത്തത്, എംഫസിസ് കൊടുത്തത്. ഇനി ഈ ഒരു കമ്മീഷൻ കൊണ്ടുവന്ന റെക്കമെൻഡേഷൻസ് എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. So first one എന്ന് പറയുന്നത് education at high school stage should commence after 4 to 5 years of primary or junior basic education. അതായത് ഹൈസ്കൂളിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് 4 to 5 ഇയേഴ്സിന്റെ മിനിമം 4 to 5 ഇയേഴ്സിന്റെ പ്രൈമറി ഓർ ജൂനിയർ ബേസിക് എഡ്യൂക്കേഷൻ കഴിയണം എന്നുള്ളതായിരുന്നു ഫസ്റ്റ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. It also recommended that secondary level education should be for children between 11 to 17 years of age. അപ്പോൾ സെക്കൻഡറി ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ വരുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 11 to 17 ഇയേഴ്സ് ഓഫ് ഏജിലുള്ള സ്റ്റുഡൻസ് ആയിരിക്കണം എന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 year സെക്കൻഡറി ആൻഡ് 4 year ഹയർ സെക്കൻഡറി സിസ്റ്റം, അതായത് ഈ ഒരു മുതലിയാർ കമ്മീഷൻ എന്ന് പറയുന്നത് 3+4 സിസ്റ്റം ആണ് ഫോളോ ചെയ്തത്. ഓക്കെ, സജസ്റ്റ് ചെയ്തത്, അതായത് 3 year സെക്കൻഡറി എഡ്യൂക്കേഷനും 4 year ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ. ഇറ്റ് ഹാസ് ഡിവൈഡഡ് ദ 7 years ഓഫ് എഡ്യൂക്കേഷൻ ഇൻടു 2 parts, ജൂനിയർ ഹൈസ്കൂൾ സ്റ്റേജ് ഓഫ് 3 years ആൻഡ് ഹൈസ്കൂൾ ഫോർ 4 years. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റീജിയണൽ ലാംഗ്വേജ് ഷുഡ് ബി ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. റീജിയണൽ ലാംഗ്വേജ് തന്നെയാണ് ഇവിടെയും സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട്. വൈൽ ദ നാഷണൽ ലാംഗ്വേജ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് ഷുഡ് ഓൾസോ ബി ടോട്ട് അറ്റ് ദ മിഡിൽ സ്കൂൾ സ്റ്റേജ്. മിഡിൽ സ്കൂൾ സ്റ്റേജിൽ എത്തുന്ന സമയത്താണ് നാഷണൽ ലാംഗ്വേജും ഫോറിൻ ലാംഗ്വേജും കൂടി പഠിപ്പിക്കാം എന്നുള്ള ഒരു റെക്കമെൻഡേഷൻ കൊടുത്തത്. ദ സ്റ്റുഡൻറ് ഷുഡ് ബി ടോട്ട് അറ്റ്ലീസ്റ്റ് 2 languages at the junior high school stage. At the secondary stage, students should learn at least 3 languages
the national language, the mother tongue or the regional language, and the foreign language. നെക്സ്റ്റ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഷുഡ് ബി മെയ്ഡ് എ കമ്പൽസറി സബ്ജക്ട് ഫോർ ദ സ്കൂൾ ഇൻ ദ വില്ലേജ്. അതായത് വില്ലേജസിലെ സ്കൂൾസിലൊക്കെ അഗ്രികൾച്ചർ എന്നുള്ളത് ഒരു മെയിൻ സബ്ജക്റ്റ് ആക്കണം എന്നുള്ള ഒരു റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഹോം സയൻസ് ഷുഡ് ബി മെയ്ഡ് കമ്പൽസറി ഫോർ ഗേൾസ് ആൻഡ് അതർ സബ്ജക്ട്സ് ഷുഡ് ബി കോമൺ ഫോർ ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ്. അപ്പം ഇങ്ങനെ ഒരു റെക്കമെൻഡേഷൻ മുതലിയാർ കമ്മീഷൻ കൊടുത്തിരുന്നു കേട്ടോ. അതായത് ഗേൾസിന് ഹോം സയൻസ് എന്നുള്ള വിഷയം കമ്പൽസറി ആക്കണമെന്നും ബാക്കിയുള്ള എല്ലാ വിഷയവും ബോയ്സ് ആൻഡ് ഗേൾസിന് കോമൺ, അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു മുതലിയാർ കമ്മീഷൻ. The curriculum should be recognized according to the interest of the students. It should be determined for meeting the social aspiration. It should be reorganized keeping in view the demands of the times and those of the countries. It should be organized in such a way that the students' time and leisure may not be wasted. ഇനി അടുത്തൊരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് മൾട്ടിപർപ്പസ് സ്കൂൾ എന്നുള്ളതായിരുന്നു. അതായത് മൾട്ടിപർപ്പസ് സ്കൂൾ ഷുഡ് ബി ഓപ്പൺ ടു എൻകറേജ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അറ്റ് എൻ ഏർലി സ്റ്റേജ്. ഓക്കെ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെ ഒരു സജഷൻ കൊണ്ടുവന്നത്. ദ മൾട്ടിപർപ്പസ് സ്കൂൾ ഷുഡ് ബി ഓപ്പൺ നിയർ ദ ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ദ സ്റ്റുഡൻസ് ഓഫ് ദീസ് ടു ടൈപ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷുഡ് ലേൺ ഫ്രം ഈച്ച് അതർ. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇൻ ലോവർ സെക്കൻഡറി എഡ്യൂക്കേഷൻ സബ്ജക്ട്സ് ഷുഡ് ബി മാത്തമാറ്റിക്സ്, ജനറൽ സയൻസ്, ലാംഗ്വേജ്, സോഷ്യൽ സ്റ്റഡീസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ആർട്ട്, ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് മ്യൂസിക്. ലോവർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഏതൊക്കെ സബ്ജക്ട് വേണം എന്നുള്ളത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇനി സെക്കൻഡറി എഡ്യൂക്കേഷനിൽ എത്തുന്ന സമയത്ത് എന്തൊക്കെ സബ്ജക്ട്സ് വേണം, അതായത് ഹ്യൂമാനിറ്റീസ്, സയൻസ്, അഗ്രികൾച്ചർ, ഫൈൻ ആർട്സ്, ഇൻഡസ്ട്രിയൽ സബ്ജക്ട്സ്, കൊമേഴ്സ്യൽ സബ്ജക്ട്സ് ആൻഡ് ഹോം സയൻസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുതലിയാർ കമ്മീഷൻ. ഇനി അടുത്തത് മുതലിയാർ കമ്മീഷൻ recommended that the textbook should be selected on the basis of its merit and utility. For this purpose, the commission has recommended the appointment of a high power committee that will select books for all the classes. അപ്പോൾ എല്ലാ ക്ലാസ്സിനും വേണ്ടി ബുക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹൈ പവർ കമ്മിറ്റിയെ നിയമിക്കണം എന്ന് മുതലിയാർ കമ്മീഷൻ സജസ്റ്റ് ചെയ്തിരുന്നു. Public examination and promotion, school records should be taken into consideration. Okay, public examination and promotion വേണ്ടിയിട്ട് സ്കൂൾ റെക്കോർഡ്സ് എടുക്കാമെന്നും സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് മുതലിയാർ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് ആയിരുന്നത്. ഈ നെക്സ്റ്റ് വണ്ണാണ് കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യത്തെ യൂണിവേഴ്സിറ്റി കമ്മീഷൻ ആയിരുന്നു ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യയിൽ വന്ന ഫസ്റ്റ് കമ്മീഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആയിരുന്നു. അതിനുശേഷം വന്നതാണ് മുതലിയാർ കമ്മീഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം വന്നതാണ് കോത്താരി കമ്മീഷൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കോത്താരി കമ്മീഷനെ പറ്റി നോക്കാം. സോ കോത്താരി കമ്മീഷൻ നിലവിൽ വരുന്നത് 64-66 ആ ഒരു കാലഘട്ടത്തിലാണ്. ആൻഡ് ഇറ്റ് ഓൾസോ നോൺ ആസ് നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ. അപ്പോൾ ശ്രദ്ധിക്കണേ, കോത്താരി കമ്മീഷൻ അറിയപ്പെട്ടിരുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ്. ഓക്കെ, സോ ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ദൗലത് സിംഗ് കോത്താരി ആയിരുന്നു. അതുകൊണ്ടാണ് ഇത് കോത്താരി കമ്മീഷൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. ദിസ് കമ്മീഷൻ വാസ് ദ ഫസ്റ്റ് വൺ ഇൻ ഇന്ത്യ ടു ഡീൽ വിത്ത് കൺട്രീസ് എഡ്യൂക്കേഷൻ സിസ്റ്റം കോംപ്രിഹെൻസീവ്ലി. അതായത് നമ്മളിപ്പോൾ രണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞു അല്ലേ. ഇൻഡിപെൻഡൻസിന് ശേഷം ഫസ്റ്റ് വന്നതായിരുന്നു നമ്മുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അത് ഫോക്കസ് ചെയ്തത് എന്താ പറയുക, യൂണിവേഴ്സിറ്റി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള ആ ഒരു ഏരിയയിലായിരുന്നു. രണ്ടാമത് വന്നത് നമ്മുടെ മുതലിയാർ കമ്മീഷൻ ആണ്. ഇത് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്. അപ്പോൾ ആ ഒരു കമ്മീഷൻ എന്നുള്ളത് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ആ ഒരു ഏരിയയിലാണ് ഫോക്കസ് ചെയ്തത്. ഇനി ഈ മൂന്നാമത് വന്ന കോത്താരി കമ്മീഷൻ എന്ന് പറയുമ്പോൾ കോത്താരി കമ്മീഷൻ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ മുഴുവനായിട്ട് കോംപ്രിഹെൻസീവ്ലി ആണ് കൺസിഡർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കമ്മീഷൻ ആയിരുന്നു. കാരണം രാജ്യത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ മുഴുവനായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ആദ്യത്തെ ഒരു എഡ്യൂക്കേഷൻ കമ്മീഷൻ ആയിരുന്നു കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയായിരുന്നു നോക്കാം. To increase the enrollment percentage, it recommended free and compulsory education for children of the age group 6 to 14 years. അതായത് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ മെയിനായിട്ട് സ്കൂളാണ് പറയുന്നത്. ഇത് കോംപ്രിഹെൻസീവ്ലി കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ ഇതിൽ സ്കൂൾ എഡ്യൂക്കേഷനും സെക്കൻഡറി എഡ്യൂക്കേഷനും യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യം പറയുന്ന കാര്യം എന്ന് പറയുന്നത് സ്കൂളുകളിലെ എൻറോൾമെന്റ് പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്തൊരു കാര്യമായിരുന്നു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. അതായത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കോത്താരി കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അക്കാദമിക് ഫ്രീഡം ടു ടീച്ചേഴ്സ്. ടീച്ചേഴ്സിന് മാക്സിമം അക്കാദമിക് ഫ്രീഡം കൊടുക്കണം എന്നുള്ളത്. പിന്നെ യൂസ് ഓഫ് റീജിയണൽ ലാംഗ്വേജ് ഇംപ്ലിമെന്റിംഗ് 3 ലാംഗ്വേജ് ഫോർമുല. അത് മറ്റ് 2 കമ്മീഷൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ 3 ലാംഗ്വേജ് ഫോർമുല എന്ന് പറയുമ്പോൾ ഇവിടെ 3 ലാംഗ്വേജസ്, അതായത് ഒന്ന് റീജിയണൽ ലാംഗ്വേജ് ആണ് അല്ലെങ്കിൽ മദർ ടങ്ക്, പിന്നെ വരുന്നത് നാഷണൽ ലാംഗ്വേജ് ആണ് കൂടുതൽ ഹിന്ദി, പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് ഇംഗ്ലീഷ്. ഓക്കെ, ഇംഗ്ലീഷ് അല്ലെങ്കിൽ അതർ ഏതെങ്കിലും വെസ്റ്റേൺ ലാംഗ്വേജസ്. അപ്പം അങ്ങനെ വേണം എന്നാണ് 3 ലാംഗ്വേജ് ഫോർമുല യൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തത്. പിന്നെ അടുത്ത് ഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ, എല്ലാവർക്കും ഈക്വൽ ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട്
ശ്രമിക്കണം എന്നുള്ളത് ഈ ഒരു കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിരുന്നു. പബ്ലിക്കേഷൻ ഓഫ് ടെക്സ്റ്റ് ബുക്ക് പബ്ലിക്കേഷൻ എന്നുള്ളത് റെക്കമെൻഡ് ചെയ്തത് ഈ ഒരു കമ്മീഷനാണ്. ഫിക്സിംഗ് നമ്പർ ഓഫ് സീറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് അവൈലബിൾ റിസോഴ്സസ്, അതായത് ഓരോ കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസിനും എത്രത്തോളം റിസോഴ്സസിന് അവൈലബിലിറ്റി ഉണ്ടോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്പർ ഓഫ് സീറ്റ്സ് എന്നുള്ളത് ഫിക്സ് ചെയ്യണം എന്ന് ഈ ഒരു കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 10+2+3 സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ, എ ന്യൂ പാറ്റേൺ ഓഫ് ദി എഡ്യൂക്കേഷണൽ സ്ട്രക്ചർ. അതായത് 10 ഇയേഴ്സിൻ്റെ എന്താ പറയുക ഹൈസ്കൂൾ സെക്ഷനും 2 ഇയേഴ്സ് ഹയർ സെക്കൻഡറി ആൻഡ് 3 ഇയേഴ്സ് പിന്നെ നമ്മുടെ കോളേജ് എഡ്യൂക്കേഷൻ, അങ്ങനെ ഒരു രീതി ഫോളോ ചെയ്യാനാണ് ഈ ഒരു കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തത്. പിന്നെ അതിനുശേഷം ഇറ്റ് റെക്കമെൻഡഡ് 6% ഓഫ് GDP ഷുഡ് ബി സ്പെൻഡ് ഓൺ എഡ്യൂക്കേഷൻ. അതായത് ഇന്ത്യയുടെ GDPയിൽ 6% എന്തിലേക്ക് മാറ്റിവെക്കണം, എഡ്യൂക്കേഷൻ സെക്ടറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി മാറ്റിവെക്കണം എന്ന് സജസ്റ്റ് ചെയ്തത് ഏത് കമ്മീഷനാണ്? കോത്താരി കമ്മീഷനാണ്. ഓക്കെ, ഈ കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത് അതിന്റെ റെക്കമെൻഡേഷൻസ് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആണ് കേട്ടോ എല്ലാതും. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ 10+2+3 സിസ്റ്റം എന്നുള്ളത്, 6% ഓഫ് GDP എന്നുള്ളത്, ഇറ്റ് ഷുഡ് ബി സ്പെൻഡ് ഓൺ എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അടുത്തത് ഇറ്റ് സജസ്റ്റഡ് 2 types ഓഫ് സെക്കൻഡറി സ്കൂൾ, 2 ടൈപ്പ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഹൈസ്കൂൾ വിച്ച് പ്രൊവൈഡ്സ് 10 years കോഴ്സ് ആൻഡ് ദ ഹയർ സെക്കൻഡറി സ്കൂൾസ് ഓഫേഴ്സ് 12 years കോഴ്സ്. ഓക്കെ, 10 ഇയേഴ്സിന്റെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതും 12 ഇയേഴ്സിന്റെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതും, അങ്ങനെ 2 ടൈപ്പ് ഓഫ് സെക്കൻഡറി സ്കൂൾസ്. പിന്നെ ദ കമ്മീഷൻ റെക്കമെൻഡഡ് ദ കോമൺ സ്കൂൾ സിസ്റ്റം ഓഫ് ദ പബ്ലിക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ചിൽഡ്രൻ അക്രോസ് ദ കൺട്രി. ഓക്കെ, ദ കമ്മീഷൻ ഇൻസിസ്റ്റഡ് ഓൺ ഫിക്സിംഗ് ദി അഡ്മിഷൻ ഏജ് ടു അറ്റ്ലീസ്റ്റ് 4 years. അതായത് മിനിമം ഏജ് എന്നുള്ളത് 4 years ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂളിൽ ചേർക്കുന്നതിനുള്ള കേട്ടോ. പിന്നെ ഇറ്റ് റെക്കമെൻഡഡ് ദി സെൻറ്റർ ഇനീഷ്യേറ്റീവ് സ്കോളർഷിപ്പ് പ്രോഗ്രാം ഫോർ വുമൺ സ്റ്റുഡൻസ് ഇൻ കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റി. ഓക്കെ, വുമൺസിന് വേണ്ടിയിട്ട് സ്കോളർഷിപ്സ് ഒക്കെ ഓഫർ ചെയ്യണം എന്നുള്ള റെക്കമെൻഡേഷൻസ് ഉണ്ടായിരുന്നു കോളേജ് ആൻഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വുമൺ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു. സോ ഇതൊക്കെയാണ് കോത്താരി കമ്മീഷന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത്. സോ നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ദ കോത്താരി കമ്മീഷൻ 1963-64 സജസ്റ്റഡ് സ്പെൻഡിങ് ഓഫ് നാഷണൽ ഇൻകം ഓൺ എഡ്യൂക്കേഷൻ. എത്ര പെർസെൻറ്റേജാണ് നമ്മളിപ്പോൾ പറഞ്ഞുള്ളൂ അല്ലേ? 6% ഓഫ് GDP എന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 6%. ഓക്കെ, സോ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി ഫോളോയിങ് കോളേജസ്. നമുക്കിവിടെ താഴെ കുറച്ച് കോളേജുകളുടെ പേര് തന്നിട്ടുണ്ട്. സോ അത് നിലവിൽ വന്ന ഡേറ്റിനെ ബേസ് ചെയ്തിട്ട് ഒന്ന് ഓർഡർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്: എ ഫോർട്ട് വില്യം കോളേജ് കൽക്കട്ട, ബി സാൻസ്ക്രിറ്റ് കോളേജ് പൂനെ, സി സെൻട്രൽ ഹിന്ദു കോളേജ് ബനാറസ്, ഡി ആംഗ്ലോ വേദിക് കോളേജ് ലാഹോർ ആൻഡ് ഡി സാൻസ്ക്രിറ്റ് കോളേജ് ബനാറസ്. അപ്പോൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഓർഡർ ചെയ്യാണ് വേണ്ടത്. സോ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയേഴ്സ് ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഫോർട്ട് വില്യം കോളേജ് കൽക്കട്ട എന്ന് പറയുന്നത് 1800-ലാണ് നിലവിൽ വരുന്നത്. സാൻസ്ക്രിറ്റ് കോളേജ് പൂന എന്ന് പറയുന്നത് 1821-ലാണ് വരുന്നത്. സെൻട്രൽ ഹിന്ദു കോളേജ് ബനാറസ് എന്നുള്ളത് 1898-ലാണ് വരുന്നത്. ആംഗ്ലോ വേദിക് കോളേജ് ലാഹോർ എന്നുള്ളത് 1886-ലാണ് വരുന്നത്. സാൻസ്ക്രിറ്റ് കോളേജ് ബനാറസ് ഉള്ളത് 1791-ലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്തതിന്റെ ബേസിൽ ഓർഡർ ചെയ്യുമ്പോൾ EABDC അങ്ങനെയാണ് ഓർഡർ വരിക. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കോളേജസോ യൂണിവേഴ്സിറ്റിയുടെ പേര് തന്നിട്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയറിന്റെ ബേസിൽ ഓർഡർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് യൂണിവേഴ്സിറ്റീസ് നോക്കാം. അതായത് ഇന്ത്യയിലെ ഇൻഡിപെൻഡൻസിന്റെ മുന്നേ സ്ഥാപിച്ചിട്ടുള്ള എന്നാൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിന്റെ ലിസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെനേറ്റ് ഓഫ് സെറാംപൂർ കോളേജ് യൂണിവേഴ്സിറ്റി 1818. സെക്കൻഡ് വൺ യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട 1857 കൊൽക്കത്തയിലാണുള്ളത്. യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ 1857 മുംബൈ. യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് 1857 ചെന്നൈ. സോ ഈ 3 യൂണിവേഴ്സിറ്റീസ്, അതായത് യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട, മുംബൈ ആൻഡ് മദ്രാസിനെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വുഡ്സ് ഡിസ്പാച്ചിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള 3 യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട, മുംബൈ ആൻഡ് മദ്രാസ്. 1857-ലാണ് ഇത് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ആണ് 1875 അലിഗറിൽ. നെക്സ്റ്റ് വൺ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ചണ്ഡീഗർ 1882. Next one Allahabad University 1887 Allahabad. Next one Banaras Hindu University 1916 Varanasi. University of Mysore 1916 Mysore. Patna University 1917 Patna. Osmania University 1918 Hyderabad. Mahatma Gandhi Kashi Vidyapeeth 1921 Varanasi. University of Lucknow 1921 Lucknow. Vishwa Bharati University 1921 Shantiniketan. University of Delhi 1922 New Delhi. Nagpur University 1923 Nagpur. Andhra University 1926 Visakhapatnam. Dr. B.R. Ambedkar University Agra University എന്നിപ്പോൾ അറിയപ്പെടുന്നത് 1927 ആഗ്ര. അണ്ണാമലൈ യൂണിവേഴ്സിറ്റി 1929 ചിദംബരം.
യൂണിവേഴ്സിറ്റി ഓഫ് റൂർക്കി ഇപ്പോൾ അറിയപ്പെടുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റൂർക്കി എന്നാണ്, IIT റൂർക്കി എന്നാണ് അറിയപ്പെടുന്നത് 1847. ഓക്കെ, അപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഒരു 20 യൂണിവേഴ്സിറ്റീസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസിൽ ചോദിച്ചു കണ്ടിട്ടുള്ള കുറച്ച് യൂണിവേഴ്സിറ്റീസ് ആണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചൊന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. സോ ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇപ്പോൾ ലിസ്റ്റ് 1 നമുക്ക് കുറച്ച് കോഴ്സുകളാണ് തന്നിട്ടുള്ളത്, അതുപോലെ ലിസ്റ്റ് 2 റെഗുലേറ്റിംഗ് ബോഡീസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ലിസ്റ്റ് 1 തന്നിട്ടുള്ളത് BEd MD സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, BTech എഞ്ചിനീയറിംഗ്, MBBS എന്ന് തന്നിട്ടുണ്ട്. ഡിഫറെൻറ്റ് കോഴ്സുകളുടെ പേരാണ്. ഇനി ലിസ്റ്റ് 2 റെഗുലേറ്റിംഗ് ബോഡീസ് ആയ MCI എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, AICTI ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, RCI റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ, NCTE നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ മാച്ച് ചെയ്യാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം BEd MD എന്ന് പറയുന്നത് ഏതോട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ റിലേറ്റഡ് കോഴ്സാണ് അല്ലേ. അപ്പോൾ BEd MD NCTE ആയിരിക്കും. A വന്നിട്ട് 4, A4 വരുന്ന ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, 2 ആണ്. അപ്പോൾ അതായിരിക്കും ആൻസർ. എന്നാലും ബാക്കി നമുക്ക് നോക്കാം. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ RCI ആയിരിക്കും, B3 ആയിരിക്കും വരുന്നുണ്ടാവുക. അതുപോലെ BTech എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് AICTE, MBBS എന്നുള്ളത് MCI ആയിരിക്കും. ഓക്കെ, അപ്പോൾ സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും. സോ നമുക്ക് കുറച്ച് റെഗുലേറ്ററി ബോഡീസ് നോക്കാം കേട്ടോ, അതായത് ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് റെഗുലേറ്ററി ബോഡീസ് നോക്കാം. സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, സെക്കൻഡ് വൺ AICTE ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, നെക്സ്റ്റ് വൺ NMC നാഷണൽ മെഡിക്കൽ കമ്മീഷൻ, next one DCI Dental Council of India, next one PCI Pharmacy Council of India, NCTE National Council for Teacher Education, RCI Rehabilitation Council of India, ICAR Indian Council for Agriculture Research, BCI Bar Council of India, INC Indian Nursing Council, Council of Architecture, CCH Central Council of Homeopathy, CCIM Central Council of Indian Medicine. Okay, അപ്പോൾ ഇത് കുറച്ച് റെഗുലേറ്ററി ബോഡീസ് ആണ്, എക്രോണിമും ഫുൾ ഫോമും ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ആൻസർ ആയിട്ട് വരുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ബുക്സ് റിട്ടൺ ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫേമസ് പേഴ്സൺസ് ഓഫ് സിംഗ് സഭ were taught in Sikh Girls College? ഓപ്ഷൻ A മൈ വീർ സിംഗ്, ഓപ്ഷൻ B ലാല ദേവരാജ്, ഓപ്ഷൻ C ഹർനം കൗർ ആൻഡ് ഓപ്ഷൻ D ഭായ് മോഹൻ സിംഗ് വേദ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കിവിടെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള സിഖ് സഭയിലെ ആളുകളുടെ പേര് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ആരൊക്കെ എഴുതിയ ബുക്കാണ് സിഖ് ഗേൾസ് കോളേജിൽ പഠിപ്പിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 2 ആണ്, അതായത് A and D എന്ന് പറയുമ്പോൾ മൈവീർ സിംഗ് ആൻഡ് ഭായ് മോഹൻ സിംഗ് വേദ്. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും എഴുതിയ ബുക്കുകളാണ് സിഖ് ഗേൾസ് കോളേജിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല വെച്ചാൽ ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. സോ നമ്മൾ ഇന്ന് വീഡിയോയിൽ ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. മെയിൻലി പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ കമ്മീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ലേണേഴ്സ്.